നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നരേന്ദ്രമോദി ഗവൺമെന്റിനുണ്ടെന്ന് BMS സംസ്ഥാന സമിതി അംഗം MP ചന്ദ്രശേഖരൻ. BMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. തൊഴിലാളികൾക്കും രാജ്യത്തിനും സമൂഹത്തിനും ഗുണകരമായ കാര്യങ്ങൾ ഏത് ഗവൺമെന്റ് നടപ്പിലാക്കിയാലും അതിനെ പിന്തുണയ്ക്കാനും അഭിനന്ദിക്കാനും EPF പെൻഷൻ മിനിമം 5000 രൂപയാക്കുക, EPF ശമ്പളപരിധി 30,000 രൂപയാക്കി ഉയർത്തുക, ESI ശമ്പളപരിധി 21,000 നിന്നും 42,000 രൂപയാക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നിലപാടിൽ നിന്നും കേന്ദ്രം പിന്മാറുക, അംഗനവാടി ആശാ വർക്കർ ജീവനക്കാർക്ക് വേതനവും സംരക്ഷണവും ജീവനക്കാരുടേതിന് തുല്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി ദേശവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായാണ് BMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സായാഹ്ന ധർണ നടത്തിയത്. BMS സംസ്ഥാന സമിതി അംഗം MP ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. രൂപ വരെ ശമ്പളം വാങ്ങിക്കുന്നവർക്ക് ESI ആനുകൂല്യം എത്ര കാലം പോകണം? 7 വർഷം തീരുമാനിച്ചതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നൊരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ പോലും ആരംഭിക്കുന്നവന്റെ ജോലി ആരംഭിക്കുന്നത് 21,000 രൂപയുടെ ശമ്പളം കൊടുക്കാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ വലിയൊരു വിഭാഗം തൊഴിലാളികൾ ESI പരിധി അതുകൊണ്ട് ഭാരതീയ പുസ്തകം ആവശ്യപ്പെടുന്നത് 21,000 എന്നുള്ള ESI ശമ്പള പരിധി 42,000 ആക്കി മാറ്റുന്നതാണ്. 42,000 ആക്കണം. അതായത് 21,000 ആക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 78 ലക്ഷം തൊഴിലാളികൾ ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ESI പരിധി പുറത്തായിട്ടുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതികൾ അത് കാര്യക്ഷമമായി മാറ്റം വരുത്താത്തതിന്റെ പേരിൽ, വർദ്ധിപ്പിക്കാത്തതിന്റെ പേരിൽ വലിയൊരു വിഭാഗം തൊഴിലാളികൾ ഇത്തരം പദ്ധതികൾ പുറത്താക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു, ആശാവർക്കർമാരുടെ സമരത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഞാനതിനെ കണ്ടതുമില്ല. നമ്മുടെ രാജ്യത്ത് ജോലി സ്കീം വർക്കേഴ്സ് എന്ന് പറയും. അതായത് അംഗൻവാടി ജീവനക്കാര്, ആശാ വർക്കർമാര്, ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്ന ആളുകൾ, ഇവരെല്ലാം പൊതുവായി വിശേഷിപ്പിക്കുന്നത് സ്കീം വർക്കേഴ്സ് എന്നാണ്. അപ്പൊ ഇവരെയൊക്കെ സാമൂഹ്യ സേവന വിഭാഗത്തിലാണ് കൊടുത്തിരിക്കുന്നത്. സാമൂഹ്യ സേവനമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇൻസെന്റീവ് കൊടുക്കുന്നത് എന്നാണ് ഇന്നലെ ഒരു കേന്ദ്രമന്ത്രി ജില്ലാ പ്രസിഡന്റ് MP രജികുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KC സിനീഷ്, ദേശീയ സമിതി അംഗം NB ശശിധരൻ, B വിജയൻ, VN രവീന്ദ്രൻ, SG മഹേഷ്, PP ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2,400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.